നടാഴ് എഴുതിയ ആൾ കൂറ്റനാട് മുഹമ്മദ് മുസ്ലിയാരാണ്. അദ്ദേഹം സദക്കത്തുള്ള മൗലവിക്ക് ഒരു തുറന്ന കത്ത് എന്നാണ് എഴുതിയത്. അതിൻ്റെ ബദലായിട്ട് തുറന്ന കത്തിന് അടഞ്ഞ മറുപടി എന്ന് എഴുതിയ ആൾ ഷെയ്ഖുന അവറുകളാണ് നുസ്രത്തുൽ ഇനാമിൽ. അതിന് ബദലായി സുന്നി ടൈംസിൽ തുറന്ന കത്ത് അടഞ്ഞ മറുപടിക്ക് കനത്ത തിരിച്ചടി എന്ന് കെ വി മുഹമ്മദ് മുസ്ലിയാർ എഴുതുന്നു. തിരിച്ചടിക്കൊരു മറിച്ചടി എന്ന് ഷെയ്ഖുന. ഈ മറിച്ചടിയോടുകൂടെ പിന്നീട് കൂറ്റനാട് മുസ്ലിയാർ മിണ്ടിയില്ല. അപ്പോൾ 2-3 ലക്കങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമ്മളെ സമതു മണ്ണാർമല എന്ന പേരിൽ ബഹുമാനപ്പെട്ട നമ്മുടെ സമതുലരാണ് എഴുതിയത് കൂറ്റനാടിൻ്റെ കാറ്റൊഴിയുന്നു എന്ന് ലേഖനം. കൂറ്റനാടിൻ്റെ കാറ്റൊഴിയുന്നു. സമസ്തയുമായുള്ള പ്രശ്നത്തെ വിശദീകരിച്ചുകൊണ്ട് സമസ്തക്ക് ഒരു തുറന്ന കത്ത് എന്ന ലേഖനം ഷെയ്ഖുന താജുൽ ഉലമ എഴുതിയെന്നും അതിന് കൂറ്റനാട് മുഹമ്മദ് മുസ്ലിയാർ സുന്നി ടൈംസിൽ തുറന്ന കത്തിന് അടഞ്ഞ മറുപടി എന്ന ലേഖനം എഴുതിയെന്നും അങ്ങുമിങ്ങുമുള്ള എഴുത്തിനു ശേഷം കൂറ്റനാട് മറുപടി എഴുതാതിരുന്നപ്പോൾ കൂറ്റനാടിൻ്റെ കാറ്റൊഴിയുന്നു എന്ന് ഷെയ്ഖുന താജുൽ ഉലമ എഴുതിയെന്നും അക്കാലത്തെ ഒരു രസമായി പഴയകാല നേതാക്കളെ അനുസ്മരിക്കുന്ന കൂട്ടത്തിൽ കൂറ്റമ്പാറ ദാരിമി പ്രസംഗിക്കുന്നുണ്ട്. വസ്തുത എന്താണ്? കൂട്ടത്തിൽ പറയേണ്ട ഒന്ന് തന്നെയാണ്. ഇതുപോലൊരു ചെറുപ്പക്കാരൻ നമ്മുടെ സഹപ്രവർത്തകനാണ്, സുഹൃത്ത്. ആ സുഹൃത്തിൻ്റെ ഈ വാക്ക് തന്നെ ഇപ്പം എല്ലാവർക്കും അറിയാലോ. ഷെയ്ഖുന അവറുകൾ സമസ്തക്ക് ഒരു തുറന്ന കത്ത് എന്നെഴുതി, തുറന്ന കത്തിന് അടഞ്ഞ മറുപടി എന്ന് കൂറ്റനാട് എഴുതി എന്നാണ്. സമസ്തക്ക് എഴുതിയ കത്തൊന്നും അല്ലത്. അപ്പം ഇതൊക്കെയാണ് ഈ ധാരണ പിശകുകൾ. ഒരു ഓർമ്മയുമില്ലാതെ 971 നടന്നിട്ടുള്ള ഈ സംഭവങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഓരോരുത്തരും ഓരോന്ന് പറയുക എന്നുള്ളതാണ് ഇത് വാസ്തവം. ഈ വിഷയമുള്ളത് എല്ലാവർക്കും ഒരുപാട് തവണ എൻ്റെ പ്രസംഗത്തിലും അതുപോലെ ശേഷമുള്ള എഴുത്തുകളിലുമൊക്കെ കേട്ടിട്ട് പരിചയപ്പെട്ട ഒരു സംഭവമാണ്. ഖുർആൻ പരിഭാഷയെക്കുറിച്ചുള്ളതാണ് ഈ വിഷയം. ഖുർആൻ പരിഭാഷയെക്കുറിച്ച് സമസ്തക്ക് ഒരു തുറന്ന കത്ത് എന്ന ലേഖനം ഷെയ്ഖുന എഴുതിയെന്നല്ലോ. ശരി, കൂറ്റനാട് മുഹമ്മദ് മുസ്ലിയാർ സുന്നി ടൈംസിൽ എഴുതുകയാണ് സദക്കത്തുള്ള മൗലവിക്ക് ഒരു തുറന്ന കത്ത്. ഖുർആൻ പരിഭാഷയെ മൂപ്പരെതിർത്തു. അതിന് സാഹചര്യം ഇതാണ്. ഏത്? അൽമനാർ എന്ന് പറയുന്ന മുജാഹിദ് പത്രം കൂറ്റനാട് കെ വി മുഹമ്മദ് മുസ്ലിയാർ പരിഭാഷ ഇറക്കിയപ്പോൾ പ്രബോധനം എന്ന ജമാഅത്തുകാരുടെ വാരികയും അതുപോലെ അൽമനാർ എന്ന മുജാഹിദുകളുടെ മാസികയും ഇപ്പോൾ ഇതുവരെ സുന്നികൾ സമസ്തക്കാർ പരിഭാഷയെ എതിർത്തതിൻ്റെ കള്ളു വെളിച്ചത്തായി. ഖുർആന്റെ ഹുർമത്ത് നഷ്ടപ്പെടും പരിഭാഷപ്പെടുത്തിയാൽ എന്നായിരുന്നു അവരിതുവരെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇദ്ദേഹം പരിഭാഷ ഇറക്കിയപ്പോൾ മനസ്സിലായി ഖുർആന്റെ ഹുർമത്ത് പൊളിക്കാനുള്ള അവകാശം തങ്ങൾക്കാണ്, മറ്റുള്ളവർക്കല്ല എന്നാണ് ഇവർ പറയുന്നതിൻ്റെ അർത്ഥം എന്ന് ഇപ്പോൾ മനസ്സിലായി എന്ന് അൽമനാറും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന അവറുകളും എതിർക്കുന്ന ആ കാലത്ത് അൽമനാറും അതുപോലെ പ്രബോധനവും പറയാണ്. ഈ പറഞ്ഞതിനെതിരായി ഷെയ്ഖുന അവറുകൾ എഴുതി മറുപടിയായിട്ട് നുസ്രത്തുൽ ഇനാമിൽ സുന്നി പണ്ഡിതന്മാരാരും ഖുർആൻ പരിഭാഷയെ അനുകൂലിക്കുന്നില്ല. കെ വി മുഹമ്മദ് മുസ്ലിയാർ ചെയ്തത് അയാളുടെ ഒറ്റക്കുള്ള പ്രവർത്തനമാണ്. അതിന് അയാൾ മാത്രം ഉത്തരവാദിയാണ്, സമസ്ത അതിന് ഉത്തരവാദിയല്ല. അതുകൊണ്ട് സമസ്തയുടെ മേൽ കുതിര കയറേണ്ട എന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുന അവറുകൾ പ്രബോധനത്തിനും അൽമനാറിനും എതിരെ എഴുതി. ഇതിനെ പ്രതി സുന്നി ടൈംസ് എന്ന പത്രത്തിൽ ഇദ്ദേഹം എഴുതുകയാണ് സദഖത്തുള്ള മൗലവിക്ക് ഒരു തുറന്ന കത്ത് എന്ന്. ആരാ എഴുതുന്നത്? കൂറ്റനാട് മുഹമ്മദ് മുസ്ലിയാർ. അപ്പം നുസ്രത്തുൽ ഇനാമിൽ അതിന് ഷെയ്ഖുന എഴുതിയ മറുപടിയാണ് തുറന്ന കത്തിന് അടഞ്ഞ മറുപടി എന്ന്. അടഞ്ഞ മറുപടിക്ക് കനത്ത തിരിച്ചടി എന്ന് അപ്പം കെ വി മുഹമ്മദ് മുസ്ലിയാർ ഇങ്ങോട്ട് എഴുതി. തിരിച്ചടിക്കൊരു മറിച്ചടി എന്ന് ഷെയ്ഖുന അവറുകൾ അങ്ങോട്ട് എഴുതി. ഇതൊക്കെ ഖുർആൻ പരിഭാഷയെ സംബന്ധിച്ചുള്ള ലേഖനമാണ്. നടാഴ് എഴുതിയ ആൾ കൂറ്റനാട് മുഹമ്മദ് മുസ്ലിയാരാണ്. അദ്ദേഹം സദക്കത്തുള്ള മൗലവിക്ക് ഒരു തുറന്ന കത്ത് എന്നാണ് എഴുതിയത്. അതിൻ്റെ ബദലായിട്ട് തുറന്ന കത്തിന് അടഞ്ഞ മറുപടി എന്ന് എഴുതിയ ആൾ ഷെയ്ഖുന അവറുകളാണ് നുസ്രത്തുൽ ഇനാമിൽ. അതിന് ബദലായി സുന്നി ടൈംസിൽ തുറന്ന കത്ത് അടഞ്ഞ മറുപടിക്ക് കനത്ത തിരിച്ചടി എന്ന് കെ വി മുഹമ്മദ് മുസ്ലിയാർ എഴുതുന്നു. തിരിച്ചടിക്കൊരു മറിച്ചടി എന്ന് ഷെയ്ഖുന. ഈ മറിച്ചടിയോടുകൂടെ പിന്നീട് കൂറ്റനാട് മുസ്ലിയാർ മിണ്ടിയില്ല. അപ്പോൾ 2-3 ലക്കങ്ങൾ കഴിഞ്ഞതിന് ശേഷം
നമ്മളെ സമതു മണ്ണാർമല എന്ന പേരിൽ ബഹുമാനപ്പെട്ട നമ്മുടെ സമതുലരാണ് എഴുതിയത് കൂറ്റനാടിൻ്റെ കാറ്റൊഴിയുന്നു എന്ന് രേഖ. കൂറ്റനാടിൻ്റെ കാറ്റൊഴിയുന്നു, അത് നല്ലൊരു രേഖയാണ്. കൂറ്റനാടിൻ്റെ കാറ്റൊഴിയുന്നു, അത് പറച്ചിലിൻ്റെ രസമുണ്ടല്ലോ. ഇത് സമതുലർ എഴുതിയ ലേഖന. ഇതൊക്കെ ഖുർആൻ പരിഭാഷയായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവമാണ്. ഇതിനപ്പം മൂല്യർ സമസ്തക്ക് തുറന്ന കത്ത് എഴുതിയ അവതരിപ്പിക്കുന്നത്. ഇതൊക്കെ നുസ്രത്തും സുന്നി ടൈംസിൻ്റെ കോപ്പികൾ ശേഷിച്ചിരിക്കുമ്പോഴാണ്. അത് വായിച്ച ആളുകൾ, ഞാൻ 1-ാം ലക്കം മുതൽക്കുള്ള നുസ്രത്തുൽ അനാം വായിക്കുന്ന ആളാണ്. ദർസിലെ വിദ്യാർത്ഥിയായി എൻ്റെ 10 വയസ്സ് മുതൽക്ക് നുസ്രത്തുൽ അനാമിൻ്റെ 1-ാം ലക്കം മുതൽ ഇന്ന് വരെ 1 ലക്കം മുടങ്ങാതെ, ഒക്കെ പിന്നെ വായിച്ചിട്ടല്ലേ വരുള്ളൂ, അങ്ങനെ വരുന്ന ഒരാളാണ് നുസ്രത്തുൽ അനാമിൻ്റേത്. അങ്ങനത്തെ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത്, അങ്ങനെ 100,000 ആളുകൾ ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഈ സംസാരിക്കുന്നത്. അപ്പം ഇതൊക്കെ തീരെ ഓർമ്മയില്ലാതെ അങ്ങനെ പ്രസംഗത്തിൻ്റെ സദസ്സ് കിട്ടുമ്പോൾ ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഓരോ തരം തമാശകളാണ്. പക്ഷേ അറിയാത്ത കുറേ വിദ്യാർത്ഥികൾ ഇതൊക്കെ ചരിത്രമായി മനസ്സിലാക്കിയിട്ട് തെറ്റിദ്ധരിക്കുമല്ലോ, വളരെ പേച്ചു പോകൂലേ, ചരിത്രമായി മാറൂലേ. ഇതൊക്കെ ഇത്തരം പ്രാസംഗികന്മാർ ശ്രദ്ധിക്കേണ്ടതാണെന്ന് മാത്രം സാന്ദർഭികമായി ഉണർത്തുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.